നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. जल्दी आने वाले प्रभु यीशु मसीह के नाम से मैं आप सभी को जय मसीह की कहता हूँ. നമ്മെ എല്ലാവരെയും സഭയായി ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തിന്റെ കൃപയോർത്ത് ദൈവത്തിന് നന്ദിയോടെ വീണ്ടും സ്തോത്രം ചെയ്യുകയാണ്. हम सब विश्वासी जनों को हर एक दिन इस सन्निधि में आने के लिए परमेश्वर ने आज सहायता की, इसलिए परमेश्वर का धन्यवाद करता हूं. വചനം സംസാരിക്കുമ്പോൾ വചനത്തിന് ശ്രദ്ധ കൊടുത്താലേ വചനം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. अगर जब वचन के बारे में जब मैं बताता हूँ, अगर आप ध्यान पूर्वक सुनेंगे तभी आपको ये वचन समझ में आएगा. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഒന്നും മനസ്സിലായില്ല. ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, പല സഭകളിൽ ഇരുന്നിട്ടുണ്ട്, പറയും പാസ്റ്ററെ ഒന്നും മനസ്സിലായില്ല. कुछ लोग मुझसे बोलते हैं कि मुझे समझ नहीं आया, इस कलीसिया की बात नहीं है. दूसरे कलीसियाओं में जब मैंने प्रचार किया है तो लोगों ने मुझसे ऐसा എന്നാൽ बोला ചിലർക്ക് നന്നായിട്ട് മനസ്സിലായി, അവർക്കത് അനുഗ്രഹമായി. और जिनको समझ में आया उनके लिए बहुत ही आशीष का कारण അപ്പോൾ ठहरा है. വചനത്തിന് ശ്രദ്ധ കൊടുത്തിരുന്നാലേ വചനം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. अगर हम वचन की ओर ध्यान से बैठेंगे तभी हम इस वचन को समझ पाएंगे. അപ്പോൾ തന്നെ നമ്മൾ വചനം വായിക്കുന്നവരായിരിക്കണം. और पर हम वचन को पढ़ने वाले होने चाहिए. ഒരു വാക്യം എടുത്താൽ അത് ഏത് വാക്യമാണെന്നുള്ള ചെറിയൊരു അറിവെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. अगर हम एक वचन को निकालते हैं, वो वचन क्या है इसका हमें ज्ञान होना चाहिए. വചനം അറിയാവുന്നവർക്കാണ് വചനം പ്രസംഗിക്കുമ്പോൾ കൂടുതലായി മനസ്സിലാകുന്നത്. जब वचन को प्रचार करता हूँ, जिनको वचन जानते हैं वो बहुत अच्छे से समझ जाते हैं. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ അല്പനിമിഷങ്ങൾ നമുക്ക് വചനത്തിന്റെ മുമ്പാകെ ആയിരിക്കാം. इसलिए आप सब लोग बहुत ध्यानपूर्वक वचन की ओर आए. 44 സങ്കീർത്തനമാണ് ഇന്ന് വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. आज 44 भजन संगीता को आज हमने यहाँ पे पढ़ा है. സാധാരണ സഭായോഗങ്ങളിൽ 2 പ്രസംഗമാണ് കാണുന്നത്. ज्यादातर कलीसियाओं में 2 प्रचार होते हैं. ഒന്ന് സങ്കീർത്തനത്തിൽ നിന്ന് അല്പമായിട്ടുള്ള പ്രബോധനങ്ങളും, कुछ भजन संगीता से प्रचार करते അത് കഴിഞ്ഞിട്ട് വചനത്തിൽ നിന്നുള്ള പ്രസംഗങ്ങളുമാണ് നടക്കുന്നത്. और जो दूसरा वचन होता है वो और किताबों से प्रचार किया जाता है. എന്നാൽ ഞാൻ സാധാരണ ഒറ്റ പ്രസംഗമേ ചെയ്യാറുള്ളൂ. पर मैं हमेशा से एक ही प्रचार करता അതിൽ हूँ. നമുക്ക് വേണ്ടുന്ന വചനങ്ങൾ സങ്കീർത്തനം എല്ലാ ഭാഗത്തു നിന്ന് ദൈവം നമുക്ക് നൽകി തരുവാനിടയായി തീരും. और परमेश्वर भजन संगीता और बाकी वचनों से भी हमें वचनों को देकर आशीष करता है. 44 സങ്കീർത്തനം കോരഹ് പുത്രന്മാരാണ് എഴുതിയത്. जो 44 भजन संगीता है वो कौरव वंशियों ने लिखा था. ഇതിന്റെ പശ്ചാത്തലങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും അറിയത്തില്ല. ये किस अवसर पे लिखा गया ये हमें नहीं पता है. ഒരു കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഭക്തന്റെ വിലാപ ഗീതമാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. इस वचन में लिखा है कि कष्ट से गुजरने वाले एक मनुष्य की प्रार्थना है. 1 തൊട്ടുള്ള 8 വരെയുള്ള വാക്യങ്ങളിൽ കഴിഞ്ഞ നാളുകളിലെ വിടുതലുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. 1 से लेके 8 पद तक वो उसे जो छुटकारे जो परमेश्वर से मिले हैं उसके बारे में धन्यवाद कर रहा है. 9 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തോട് പരാതി പറയുകയാണ്. 9 से 22 तक वो परमेश्वर से अपनी शिकायतों को बोल रहा है. വീണ്ടും 23 തൊട്ടുള്ള വാക്യങ്ങൾ വീണ്ടും ദൈവത്തോട് സഹായിക്കുവാൻ അല്ലെങ്കിൽ തങ്ങളോട് ഇടപെടണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. 23 से 26 तक वो परमेश्वर से बोल रहा है, अपनी बात सहायता के लिए मांग रहा है. എല്ലാ വാക്യങ്ങളും നമ്മൾ ശ്രദ്ധയോടുകൂടെ പഠിക്കുമ്പോൾ എല്ലാ വാക്യങ്ങളിൽ നിന്നും ആത്മീയ പ്രബോധനങ്ങൾ പറയുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരും. अगर हम हर वचन से ध्यान से पढ़ें तो हर एक वचन हमसे बातचीत करेगा. എല്ലാ വാക്യത്തിൽ നിന്നും നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം സമയമില്ല. हर एक वचन से अभी हम लोग प्रचार नहीं कर पाएंगे. എന്നാൽ അതിന്റെ 22 വാക്യം നമുക്ക് വായിക്കാം. पर उसका 22 पद को हम पढ़ेंगे. 22 വാക്യം हिंदी में भी पढ़ो. परंतु हम दिन भर तेरे निमित्त मार डाले जाते हैं और उन भेड़ों के समान समझे जाते हैं जो वध होने पर हैं. വളരെ ശ്രദ്ധിക്കുക, എന്നാലേ മനസ്സിലാകത്തുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. आप लोग से मैंने बोला था आप ध्यान पूर्वक बैठे तभी आप लोग को ये ഇത് वचन समझ ഒരു आएगा. പ്രവചന വാക്യമാണ്. ये परमेश्वर का एक वाणी है. കഴിഞ്ഞ നാളുകളിൽ ഈ വാക്യം നിറവേറി. पिछले दिनों में ये वचन पूरा हुआ है. ഇപ്പോഴിത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. अभी भी ये पूरा हो रहा है. ഇനി ഇത് വീണ്ടും നിറവേറാൻ പോകുകയാണ്. अब ये पूरा और भी होगा. കർത്താവിന്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. हम परमेश्वर के प्रेम से कभी अलग नहीं हो पाएंगे. അത് തെളിയിക്കാൻ വേണ്ടി റോമാൻ ലേഖനത്തെ പൗലോസ് ഈ വാക്യമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. पौलुस ने रोमियो की पत्री में भी इस वचन के आधार पर कुछ लिखा है. ഞാൻ പറഞ്ഞു ദൈവ സ്നേഹത്തിൽ നിന്ന്
परमेश्वर के प्रेम से ഒരു ഭക്തനെ പിന്നോട്ട് അല്ലെങ്കിൽ ആ സ്നേഹത്തെ അല്ലെ വിശ്വാസത്തിൽ നിന്ന് ഇല്ലാതാക്കുവാൻ ആർക്കും കഴിയത്തില്ല. उसके भक्त को उसके प्रेम से कोई अलग नहीं कर सकता. ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. इस दुनिया की कोई भी ताकत उसको अलग नहीं कर അത് पाएगी. തെളിയിക്കാൻ വേണ്ടി उसको साबित करने के പൗലോസ് लिए ഈ വാക്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. पौलुस ने ऐसा एक वचन लिखा है. റോമാലേഖനം रोमियो की पत्री 8-ാം അധ്യായം 8वां അതിന്റെ 36-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 8:36. 8:36. ആമോനെ 8:36. റോമർ 8:36. ആ സങ്കീർത്തനത്തിൽ അതേ വാക്യം തന്നെയാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. भजन संगीता का वही वचन रोमियो की पत्री में भी लिखा അതിന്റെ है. 35-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, उसके 35 पद में लिखा है, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് परमेश्वर के प्रेम से നമ്മെ വേർപിരിക്കുന്നതാര്? उसके प्रेम से हमें कौन अलग करेगा? കഷ്ടതയോ या സങ്കടമോ या ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? क्या क्लेश या संकट या उपद्रव या अकाल या नंगाई या जोखिम या तलवार? അതുമല്ല 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, और उसके 38 में लिखा है, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശുവിലുള്ള ദൈവ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുവാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. और उसमें लिखा है, क्योंकि मैं निश्चित जानता हूँ कि ना मृत्यु ना जीवन ना स्वर्गदूत ना प्रधानताएं ना वर्तमान ना भविष्य ना सामर्थ्य ना ऊंचाई ना गहराई और ना कोई और सृष्टि हमें परमेश्वर के प्रेम से जो हमारे परमेश्वर मसीह यीशु में है अलग कर सकेगी. ദൈവമക്കളെ, ഈ വചനം വായിക്കുമ്പോൾ നമ്മളും നമ്മളോട് തന്നെ പറയണം, ये वचन जब हम पढ़ते हैं, ये वचन हमें अपने आप से बोलना है. എന്റെ യേശുക്രിസ്തുവിനോടുള്ള എന്റെ സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. मसीह यीशु के प्रेम से हमें कोई अलग नहीं कर सकता, ऐसा हमें बोलना है. വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ ഉറപ്പും ധൈര്യം ഉണ്ടായിരിക്കണം. विश्वासियों के जीवन में ये दृढ़ होना ഈ चाहिए. ലോകത്തിൽ ലഭിക്കുന്ന എന്തെങ്കിലും വിടുതലുകളുടെയോ അനുഗ്രഹങ്ങളുടെയോ നിമിത്തമല്ല ക്രിസ്തുവിനെ ഞാനും നിങ്ങൾ സ്നേഹിക്കുന്നത്. इस दुनिया में जो छुटकारा और जो कुछ भी हमें मिलता है उसके लिए नहीं हम परमेश्वर का धन्यवाद करते ദൈവ हैं. സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം അത് പ്രസംഗിച്ച് തീർക്കുവാൻ ആർക്കും കഴിയത്തില്ല. जो परमेश्वर का प्रेम है वो हम प्रचार करके कभी खत्म नहीं कर सकते. ദൈവമക്കളെ, നമ്മളല്ല ദൈവത്തെ സ്നേഹിച്ചത്, ആദ്യം ദൈവമാണ് നമ്മെ സ്നേഹിച്ചത്. हमने पहले परमेश्वर से प्रेम नहीं किया, बल्कि परमेश्वर ने हमसे पहले प्रेम ഒന്ന് किया യോഹന്നാൻ है. 4:19 അത് കാണുവാൻ കഴിയും. पहले यूहन्ना 4:19 4:19 में ऐसा लिखा വായിക്കാൻ है. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ് ഇതെല്ലാം. ये वचन हमें सब जानते അപ്പോൾ हैं. ആദ്യം നമ്മെ സ്നേഹിച്ചത് ദൈവമാണ്. पहले हमें प्रेम किया हुआ परमेश्वर ദൈവം है. സ്നേഹിച്ചത് കൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിച്ചത്. परमेश्वर ने हमसे प्रेम किया, इसलिए ही हम उससे प्रेम ഒന്നുകൂടെ करते പറഞ്ഞ, हैं. ദൈവം തിരഞ്ഞെടുക്കാത്ത ആർക്കും ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല. परमेश्वर ने जिनको नहीं चुना है वो परमेश्वर से प्रेम नहीं कर सकते. ദൈവമക്കൾ, ഇതിനകത്തൊക്കെ ഒത്തിരി ആത്മീയ ദൂതുകളുണ്ട്. നിങ്ങൾക്ക് പറക്കിയെടുക്കാമെങ്കിൽ പറക്കിയെടുത്തുകൊള്ളുക. इसमें बहुत ही आत्मिक वचन है, अगर आप इसको ग्रहण कर सकते तो आप लोग ग्रहण ഈ करिएगा. 8-ാം അധ്യായത്തിൽ റോമർ 8-ാം ലേഖനത്തിൽ ദൈവ സ്നേഹത്തെ കുറിച്ചാണ് കാണുന്നത്. ये रोमियो की पत्री में परमेश्वर ने परमेश्वर के प्रेम के बारे में ആ लिखा है. സ്നേഹമെല്ലാം വിവരിച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, उन सारे प्रेम की बातों को वर्णन करके पौलुस ने ക്രിസ്തുവിന്റെ बोला, സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാര്? परमेश्वर के प्रेम से हमें कौन अलग कर सकता ഒരു है? കഷ്ടതയ്ക്കും ഒരു പട്ടിണിക്കും ഒരു നിന്ദയ്ക്കും പരിഹാസത്തിനും ലോകത്തിലുള്ള ഒരു ശക്തികൾക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല. कोई क्लेश, संकट, मुसीबत, उपद्रव कुछ भी हमें परमेश्वर के प्रेम से अलग नहीं ഈ कर सकता. ദൃഢനിശ്ചയം വിശ്വാസികളാകുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. ये जो परमेश्वर का प्रेम है ये हमारे हृदय में हमेशा होना ഞാൻ चाहिए. പറഞ്ഞു, 8-ാം അധ്യായം മൊത്തം ദൈവ സ്നേഹത്തെ കുറിച്ചാണ് കാണുന്നത്. ये 8वां जो अध्याय है इसमें पूरा परमेश्वर के प्रेम के बारे में लिखा 8:1 है. നമുക്ക് ദൈവ സ്നേഹത്തെ കാണാം. 8:1 में परमेश्वर के प्रेम को हम देख सकते हैं. നമുക്കറിയാവുന്ന വാക്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമാണ്. ये वचन हम सब जानते हैं और मैंने बहुत बार എന്നാൽ बताया भी है. വിഷയത്തോടുള്ള മുമ്പിൽ ഒന്നുകൂടെ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. इस विषय में मैं एक बार और उस वचन को बताना ശ്രദ്ധിക്കണമേ, चाहूंगा. അവിടെ ഇപ്രകാരം എല്ലാവരും വചനം നോക്കുക. सब लोग वचन की ओर देखें. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് अभी जो परमेश्वर में है ഒരു ശിക്ഷാവിധിയുമില്ല.
उनको कोई दंड नहीं मिलेगा। അത് പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക്. जो अभी मसीह में हैं, നാം ആരാണ്? ഇപ്പോൾ ക്രിസ്തുവിലുള്ളവരാണ് ഞാനും നിങ്ങളും. आप और मैं अभी मसीह में हैं। ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. जो मसीह में है उनको कोई दंड नहीं है। ഈ ശിക്ഷാവിധി ഏതാണ്? ये दंड क्या है? പാപത്തിന്റെ ശമ്പളമായ മരണമാകുന്ന ശിക്ഷാവിധിയാണ് ഇവിടെ കാണുന്ന ശിക്ഷാവിധി. ये जो दंड है ये पाप के बदले मिलने वाला दंड ഈ है। ശിക്ഷാവിധി കേവലം ഒരു മരണമല്ല, ये दंड सिर्फ एक मृत्यु नहीं है। രണ്ടാമത്തെ തീപ്പൊയ്ക അല്ലെങ്കിൽ രണ്ടാമത്തെ മരണമാകുന്ന തീപ്പൊയ്കയാണ് ഇവിടുത്തെ ശിക്ഷാവിധി എന്ന് वो जो പറയുന്നത്. दूसरा दंड है वो अग्नि ज्वाला में जलने वाला दंड है। അപ്പോൾ സകല മനുഷ്യരും ശിക്ഷാവിധിക്ക് യോഗ്യരാണെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. वचन कहता है कि हर एक व्यक्ति दंड के योग्य है। ആ ദൈവമക്കളെ, വചനം പറയുന്നു, ഏക മനുഷ്യന്റെ പാപത്താൽ, जो एक मनुष्य का पाप है, അതെ, ആദാമ് കാരണമായിട്ട് എല്ലാ മനുഷ്യരിലും പാപം കടന്നു വന്നു. आदम के द्वारा हर एक इंसान में पाप आया। അതുകൊണ്ട് നമ്മൾ പാപം ചെയ്തില്ലെങ്കിലും നമ്മൾ പാപികളാണെന്നാണ് തിരുവചനം പറയുന്നത്. हमने पाप नहीं किया है फिर भी हम पापी हैं। അതുകൊണ്ടാണ് റോമർ 3:23 പറയുന്നത്, इसलिए रोमियो 3:20 में लिखा है, 23 में, 27 നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. बिना पाप किया हुआ व्यक्ति इस दुनिया में एक भी नहीं എല്ലാവരും है। പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. सब लोग पापी हैं। और എന്നാൽ ദൈവമക്കളെ, ഏക മനുഷ്യൻ എന്ന് പറയുന്നത് ആദാമാണ്. जो एक व्यक्ति बोला है वो आदम है। ആദാം പാപം ചെയ്തപ്പോൾ जब आदम ने पाप ഇത് किया, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവത്തിന്റെ കൽപ്പനയാണ്. वो जब हम खाएंगे तो हम मर जाएंगे ऐसा उसने बताया। മനുഷ്യൻ തിന്നപ്പോൾ जब उस मनुष्य ने खाया, മരണം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നു. उस मनुष्य के जीवन में मृत्यु आई। ദൈവമക്കൾ, ഇത് അക്ഷര്യമായ മരണവും കടന്നു വന്ന എല്ലാവിധ മരണങ്ങളും അവിടെ സംഭവിക്കുവാനിടയായി തീർന്നു. उस वक्त सारे प्रकार के जो मृत्यु हैं वो वहाँ पे आ അപ്പോൾ गए। അങ്ങനെ പാപത്തിന്റെ ശമ്പളം മരണം എന്ന തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. वचन में लिखा है कि जो पाप करते हैं उसका बदले में दंड मिलेगा। അപ്പോൾ നമ്മളെല്ലാവരും ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. हम सब दंड के योग्य हैं। തീപ്പൊയ്ക്ക് നരകത്തിന് യോഗ്യരായിരുന്നു ഞാനും നിങ്ങളും എല്ലാവരും. हम सब उस नरक के अग्नि ज्वाला के योग्य നമ്മൾ थे। എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? हम जिस बारे में बात कर रहे हैं, ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. मसीह के प्रेम के बारे में बात कर रहे हैं। ക്രിസ്തുവിന്റെ സ്നേഹം 8-ാം അധ്യായത്തിൽ പൗലോസ് വിവരിക്കുകയാണ്. पौलुस ने 8वें अध्याय में परमेश्वर के प्रेम के बारे में അത് लिखा है। 1 യോഹന്നാൻ 3:1 കാണുന്നു. पहला यूहन्ना 3:1 में लिखा है, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. हमें परमेश्वर के बच्चे कहलाने के लिए परमेश्वर ने अपना प्रेम को हमें അപ്പോൾ दिया। ദൈവമക്കളെ, നമ്മൾ യേശു ക്രിസ്തുവിലായി തീർന്നപ്പോൾ, जब हम परमेश्वर में आ गए, നമ്മൾ യേശു നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് യേശുവിൽ കടന്നു വരുവാനിടയായി തീർന്നത്. मसीह हमसे प्रेम करता है इसलिए हम मसीह के पास आए हैं। അത് നമുക്ക് റോമർ 8:29 തൊട്ടുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. रोमियो 8:29 से हम उन बातों को അത് അല്പം देखते കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം. हैं। वो हम थोड़ी देर के बाद चिंता ഒന്നേ, करेंगे। നമ്മുടെ ശിക്ഷാവിധി മാറ്റിത്തന്ന ദൈവത്തിന് സ്തോത്രം പറയാം. जिन परमेश्वर ने हमें दंड से बचाया उसका धन्यवाद നമ്മൾ करें। ആരായിരുന്നു? 49-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു. भजन 49-ാം സങ്കീർത്തനം ഇങ്ങനെ എഴുതി, നമ്മളെല്ലാം പാതാളത്തിന്റെ നരകത്തിന്റെ ആടുകളായിരുന്നു. 49 भजन संगीता में ऐसा लिखा है कि हम सब दंड के योग्य थे। ദൈവമക്കളെ, മരണം നമ്മെ പാതാളത്തിലേക്ക് മേയിച്ചുകൊണ്ടിരുന്നു. हमारा पाप हमें लेकर डूब ഈ रहा है। പാതാളത്തിന്റെ കയ്യിൽ നിന്ന് ദൈവം പാപികളായ നമ്മെ വിടുവിച്ച ദൈവ സ്നേഹത്തെ ഓർത്ത് രാവിലെ ദൈവത്തെ സ്തുതിക്കാം. परमेश्वर ने उस दलदल से हमें बचाया इसलिए उसका धन्यवाद करें। അതിന്റെ 3-ാമത്തെ വാക്യത്തിലും ദൈവസ്നേഹം എഴുതിയിരിക്കുകയാണ്. उसके 3रे पद में भी परमेश्वर के प्रेम के ഞാനത് बारे में लिखा ചുരുക്കി അങ്ങ് है। പറയാം. उसको मैं छोटा करके बताऊंगा। ന്യായപ്രമാണത്തിന് നമ്മെ നീതീകരിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. कोई भी परमेश्वर ന്യായപ്രമാണം
कोई भी नियम हमें दंड नहीं दे ആ पाएगा। ന്യായപ്രമാണത്തിൽ നമ്മളെല്ലാം പാപികളെ കല്ലെറിയണമെന്നാണ് ന്യായപ്രമാണം പറയുന്നത്. जो नियम था उसके अनुसार कि पत्थर मार के पापियों को मारना है, എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് നീതീകരണം, പാപമോചനം ലഭിക്കുവാനിടയായി തീർന്നു. पर परमेश्वर ने उन सारे नियमों को हटाकर അപ്പോൾ നമ്മളെ രക്ഷിക്കുവാൻ ന്യായപ്രമാണം വ്യവസ്ഥാവിവരൻകോ അമ്മേ ചൂടാ നൈസക്തെ വ്യവസ്ഥാവിവരൻ ന്യായപ്രമാണത്തിന് നമ്മെ വിടുവിക്കുവാൻ കഴിഞ്ഞില്ല. कोई भी व्यवस्था हमें छुड़ा नहीं सकती। ദൈവമക്കളെ, നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചതാര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. सारी व्यवस्था से छुड़ाया है हमारे परमेश्वर നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുകയാണ്. परमेश्वर के बच्चे कहलाने के लिए परमेश्वर ने उस प्रेम को हमें दिया है। സ്വന്തം പുത്രനെ കാൽവറി തകർത്തുകൊണ്ട് പാപികളും ദോഷികളുമായി നമ്മെ സ്നേഹിച്ച ദൈവ സ്നേഹത്തിൽ നിന്നെ പുറകോട്ട് കൊണ്ടുപോകുവാൻ ആർക്ക് കഴിയും? ദൈവമൈതലേ, उस कालवरी पर परमेश्वर ने अपना लहू बहा के अपना इकलौता पुत्र को परमेश्वर ने दिया, जिससे कि हम परमेश्वर के प्रेम से अलग ना हो पाए। ദൈവ സ്നേഹം മനസ്സിലാക്കണം. परमेश्वर के प्रेम को समझिए। വിശ്വാസത്തിൽ വന്നിട്ട് विश्वास में आकर യഥാർത്ഥ ക്രിസ്തുവിനെ മനസ്സിലാക്കിയവർ, जो सत्य परमेश्वर को जानता ദൈവ है, സ്നേഹം മനസ്സിലാക്കിയവർ मसीह के प्रेम को जानने അവരെ वाला, പുറകോട്ട് കൊണ്ടുപോകുവാൻ ആർക്കും കഴിയത്തില്ല. उसको पीछे कोई नहीं ले जा അത് ഞാൻ सकता। പെട്ടെന്ന് പറയട്ടെ. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ जब हम आगे की ओर ആ पढ़ते हैं, റോമർ 8:10 ഇങ്ങനെ വായിക്കുന്നു, रोमियो 8:10 में ऐसा लिखा है, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ अगर मसीह तुम में है तो ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും देह पाप के कारण मरी हुई है, ആത്മാവ് നീതി നിമിത്തം ജീവിക്കുന്നു. पर आत्मा धर्म के द्वारा जीवित അടുത്തത്, रहेगा। യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, अगर परमेश्वर हमें जीवित है तो ആ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. वो जो कालवरी पर परमेश्वर ने अपनी जान को दिया, परमेश्वर हमें അപ്പോൾ फिर जीवित कर सकता മരണത്താൽ है। മാറുന്നതല്ല ദൈവസ്നേഹം എന്ന് പറയുന്നത്. मृत्यु से परमेश्वर का प्रेम हमसे अलग नहीं 10ാമത്തെ होगा। വാക്യം ശ്രദ്ധിക്കുക. 10वां आयत को देखेंगे, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ अगर परमेश्वर तुम में है तो ആ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും, जो देह पाप के द्वारा मृत्यु होना है तो അപ്പോൾ ദൈവമക്കൾ ഒരു ശാരീരിക മരണം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. सबके जीवन में देह की मृत्यु होती है। ഇവിടെ പറയുന്ന 10ൽ പറയുന്ന മരണം ശാരീരിക മരണത്തെ കുറിച്ചാണ് പറയുന്നത്. 10वें पद में शारीरिक मृत्यु के നമ്മുടെ बारे में लिखा കർത്താവ് है। വന്നില്ലെങ്കിൽ നമ്മൾ മരിക്കും. अगर हमारा परमेश्वर नहीं आया तो हम मृत्यु हो जाएंगे। എത്രയോ വിശുദ്ധന്മാർ തങ്ങൾ പ്രത്യാശ വെച്ച കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. कितने लोग जो परमेश्वर की और देख परमेश्वर की प्रत्याशा में അപ്പോൾ देखकर നമ്മൾ चले गए। മരിച്ചു പോയാലും अगर हम मृत्यु हो गए, നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. हमें दोबारा जीवित करने वाला हमारा परमेश्वर നിങ്ങളിൽ है। വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. जो मृत्यु हुआ शरीर है वो आत्मा धर्म के कारण उसे जीवित അതൊക്കെ करेगा। വളരെ ചിന്തിക്കേണ്ട വേദഭാഗങ്ങളാണ്. ये वचन में बहुत ध्यान देने वाली बात മരിച്ചു है। പോകുന്ന ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ अगर जो मृत्यु हुआ व्यक्ति दोबारा जीवित होना है, ജീവനോടിരിക്കുമ്പോൾ जब जीवित रहता है പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ജീവിതം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. वो आत्मा में भरा हुआ व्यक्ति होना चाहिए। എന്ന് പറഞ്ഞാൽ വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. वो वचन के अनुसार जीने वाला व्यक्ति होना चाहिए। ദൈവകൽപ്പന അനുസരിക്കുന്ന വ്യക്തിയായിരിക്കണം. परमेश्वर की कल्पनाओं का आज्ञा करने वाला പാപം होना चाहिए। ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. बिना पाप के जीने वाला व्यक्ति होना चाहिए। യേശുവിനെ ആരാധിക്കുന്ന വ്യക്തിയായിരിക്കണം. परमेश्वर की आराधना करने वाला व्यक्ति होना ദൈവമക്കൾ, ഒരു चाहिए। പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. पवित्र आत्मा की भरपूरी हमारे जीवन में होनी चाहिए। ചുറ്റുപാടും നടക്കുന്ന വിഷയങ്ങളെ കണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. आपके आसपास जो दुर्घटना होती है उसको देख के डरना नहीं है। ഇതെല്ലാം സംഭവിക്കേണ്ടതു തന്നെ. ये सब होनी ही है। സംഭവിക്കാതിരിക്കുന്നിടത്തോളം കർത്താവ് വരുവാൻ താമസിക്കുക. अगर जब तक वो सब चीजें नहीं होंगी तो परमेश्वर के आने അപ്പോൾ में देरी ഇതെല്ലാം होगी। സംഭവിക്കുമ്പോൾ जब ये सब चीजें होती हैं, വിശ്വാസിയുടെ അകത്ത് പ്രത്യാശ വർദ്ധിക്കണം. जो विश्वासी जन है उनका विश्वास बढ़ना എന്റെ चाहिए। കർത്താവ് വരാറായി, मेरा परमेश्वर आने वाला എന്റെ है, യേശു വരാറായി, मेरा यीशु आने वाला എന്റെ है, കഷ്ടങ്ങൾ തീരാറായി, मेरे कष्ट खत्म होने എന്റെ वाले കണ്ണുനീര് हैं, തീരാറായി, मेरे आंसू खत्म होने എന്റെ वाले हैं, വേദനകൾ തീരാറായി. मेरे दर्द खत्म होने वाले എന്റെ हैं। നിത്യനാട്ടിലേക്ക് ഞാൻ പോകാൻ കാലമായി. मैं अपने देश
वापस जाने वाला हूँ। എന്റെ ആത്മമണവാളൻ എന്നെ ചേർക്കുവാൻ കടന്നു വരാൻ പോവുകയാണ്. मेरा दूल्हा मुझे लेने के लिए आ रहा है। ഈ മക്കളെ വരവിന്റെ സകല ലക്ഷണങ്ങളും നിറവേറിയെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. जो परमेश्वर के आगमन का जो भी बातों को परमेश्वर ने लिखा है वो पूरा ഈ हो रहा മക്കളെ है। ആയിരക്കണക്കിന് യഹൂദന്മാർ സ്വന്തം നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. हजार यहूदी जो अपने देश में वापस आ रहे हैं। അമേരിക്ക ചുറ്റുപാടുമുള്ള ദേശങ്ങൾ ആയിരക്കണക്കിന് യഹൂദന്മാര് അവരുടെ ദേശത്ത് ഈ നാളുകളിൽ വന്ന് പാർത്തുകൊണ്ടിരിക്കുകയാണ്. जो यहूदी तितर बितर होके चले गए थे वो अब एक साथ वापस अपने देश അതാണ് में आ യേശു रहे പറഞ്ഞത്, हैं। അഗ്നി തളർക്കുമ്പോൾ നിങ്ങൾ വേനൽ അടുത്തു എന്ന് മനസ്സിലാക്കുക. परमेश्वर ने बोला है कि जब अग्नि അത്തി തളർക്കുമ്പോൾ അത്തി എന്ന് ഹിന്ദി പറയുന്ന അത്തി അഞ്ചീർ കപ്പേട്. अति അത്തി തളർക്കുമ്പോൾ അതിന്റെ ഇലയെല്ലാം പൊഴിഞ്ഞിട്ട് അത് തളർത്തു വരുമ്പോൾ ആമീൻ ചൂടുകാലം വരുന്നെന്ന് നമ്മൾ അറിയണം. വേനൽക്കാലം. अंजीर के पेड़ से सारे पत्ते जब मुरझा जाते हैं तब हमें पता लगता है कि परमेश्वर का आगमन। ഞാൻ പിന്നെയും മുന്നോട്ട് പോകട്ടെ. ആ റോമർ 18 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വെളിപ്പെടുവാനുള്ള ഒരു തേജസ്സിനെ കുറിച്ച് കാണുകയാണ്. रोमियो की पत्री में जो मतलब परमेश्वर का जो तेजस्व है वो ഇത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ये सब हम जानते നമ്മിൽ हैं। വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണെന്ന് പൗലോസ് പറയുന്നു. पौलुस कहता है कि मतलब इस दुनिया का जो भी संकट है वो खत्म हो നമ്മിൽ जाएगा। വെളിപ്പെടുവാനുള്ള തേജസ് ഏതാണ്? जो हम पे प्रकाश होने वाला അതിൽ परमेश्वर की നമ്മിൽ चमक कौन सी है? ഉണ്ടായിരുന്ന തേജസ്സാണ്. जो चमक हमारे अंदर है അത് നഷ്ടപ്പെട്ടു പോയി. जो नष्ट हो गई। എന്നാൽ ക്രിസ്തുവിൽ ഒരുവൻ കടന്നു വരുമ്പോൾ അവൻ ഈ തേജസ് തിരികെ പ്രാപിക്കാൻ പോകുകയാണ്. जब जो मसीह में वापस आएगा तो वो परमेश्वर का जो तेज चमक है वो ഈ वापस आ ദൈവ जाएगा। തേജസ് എന്നാണ് നമുക്ക് തിരികെ ലഭിക്കുന്നത്. ये परमेश्वर के जो तेज है वो हमें कब वापस നമ്മൾ मिलेगा? ക്രിസ്തുവിൽ വന്നപ്പോൾ നമ്മൾ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടക്കുവാനിടയായി തീർന്നു. ആത്മാവിന്റെ വീണ്ടെടുപ്പ് जब हम परमेश्वर में वापस आए तो आत्मा हमारे अंदर दोबारा എന്ന് आई। പറഞ്ഞ ആത്മാവിൽ നിന്ന് മരണം മാറിപ്പോയി. जो आत्मा है उससे मृत्यु अलग हो നമുക്ക് गई। നിത്യജീവൻ ലഭിച്ചു. हमें अनंत काल का एक जीवन मिला। എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പോടുകൂടെ ദൈവ തേജസ് നമുക്ക് തിരികെ ലഭിക്കത്തുള്ളൂ. पर जब हम मृत्यु हो जाएंगे तभी हमें वो परमेश्वर का तेजस वापस मिलेगा। അല്ലല്ല, നമ്മുടെ ശരീരം വീണ്ടെടുപ്പ് നടക്കുന്നത് യേശുക്രിസ്തുവിന്റെ വരവിലാണ്. जो हमारे നമ്മുടെ ശരീരത്തിന്റെ തേജസ് നമുക്ക് ലഭിക്കുന്നത് ആമേൻ യേശുക്രിസ്തു കടന്നു വരുമ്പോൾ. जब हमारा जो आत्मा का जो तेजस है वो वापस जब भी मिलता है जब परमेश्वर का आगमन होता है। പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെയാണ് നമ്മുടെ ശരീരത്തിന്റെ ചുടുക്കാർ കബോगा हमारा प्रभु यीशु मसीह आएगा तभी हमारा शरीर का चुड़कार हो जाएगा. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാൻ പോകുകയാണ്. പ്രൈസ് ദി हमारा ലോർഡ്. शरीर का छुटकारा होने वाला है। ആ മുമ്പോട്ട് വരുമ്പോൾ 28 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, 28वें पद में ऐसा लिखा है, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് जो परमेश्वर से प्रेम रखते हैं, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ जो परमेश्वर की इच्छा से बुलाए गए സകലതും हैं, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. सब कुछ भलाई के लिए അവിടെ उत्पन्न എല്ലാം होगा। ദൈവ സ്നേഹമാണ് കാണുന്നത്. वहाँ सब परमेश्वर का प्रेम दिखता ദൈവത്തെ है। സ്നേഹിക്കുന്നവരാരാണ്? परमेश्वर का से प्रेम करने वाले कौन ഒന്ന് അവർ है? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ. जो मसीह से प्रेम पाए हुए। രണ്ട്, അവർ ദൈവത്താൽ മുന്നറിഞ്ഞ് നേരത്തെ തെരഞ്ഞെടുത്തവരാണവർ. जो परमेश्वर की इच्छा से जो बुलाए गए हुए। അപ്പോൾ നമ്മളെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവരാ. हम सब परमेश्वर से प्रेम करने वाले। വചനം പറയുന്നു, वचन कहता है ദൈവത്തെ സ്നേഹിക്കുന്നവർ जो मसीह से प्रेम അവർ करते हैं, വിളിക്കപ്പെട്ടവരാണ്. जो उसकी इच्छा से बुलाए गए हैं। അവരുടെ ജീവിതത്തിൽ ഒരു തിന്മയ്ക്കും ദൈവമക്കളെ അവകാശമില്ല. कोई भी कष्ट मुसीबत उनके जीवन में नहीं എന്ന് आती। പറഞ്ഞ നമ്മുടെ തിന്മകളെ നന്മയാക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് जो പറയുന്നത്. हमारी दुख मुसीबत है उसको खुशी में बदलने वाला एक ശത്രു परमेश्वर। പലതു തിന്മയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ शत्रु कुछ कामों को हमारे विरुद्ध ദൈവം करता അത് है, നന്മയായിട്ട് മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. परमेश्वर उसको आशीष में बदल देता है। യോസഫിനെ കൊന്നുകളയുവാനാണ് സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിലിട്ടത്. यूसुफ के भाइयों ने उसको कुएं में फेंक दिया था मरने के ആ लिए।
ദൈവമക്കളെ എന്നാൽ ദൈവം തെരഞ്ഞെടുത്തവനാണ് യോസഫ് എന്ന് പറയുന്നത്. पर यूसुफ को परमेश्वर ने चुना था. അത് യോസഫ് തന്നെ പറയുന്നുണ്ട്. वो यूसुफ अपने आप से कहता है. സഹോദരന്മാരെ, നിങ്ങൾ തിന്മയ്ക്കായിട്ട് ചെയ്തത്, यूसुफ अपने भाइयों से कहता है तुमने जो मेरे लिए गलत എന്റെ काम किया, ദൈവം അത് നന്മയ്ക്കായി മാറ്റി തീർത്തു. परमेश्वर ने वो बदले में मुझे आशीष के रूप में दिया. ജീവിതത്തിന്റെ തിന്മകളെ ദൈവം നന്മയാക്കും. परमेश्वर Praise the हमारे Lord. जीवन के ഞാൻ വീണ്ടും പറയട്ടെ, നിന്റെ ജീവിതത്തിലെ തിന്മകളെ ദൈവം നന്മയാക്കും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ചില തിന്മകളുടെ മേൽ ദൈവകരം വെളിപ്പെട്ട് അത് നന്മയായി മാറാൻ പോകുകയാണ്. जो गलत चीजें आपके जीवन में हो रही है वो परमेश्वर आपको आशीष में बदल के दे देगा. ശത്രു ചെയ്യുന്നത് തിന്മയ്ക്കായിട്ടാ. जो शत्रु हमारे लिए करता है वो हमारी भलाई के लिए नहीं करता. നന്മയ്ക്കായിട്ടല്ല ശത്രു നമ്മുടെ ജീവിതത്തിൽ തിന്മ കൊണ്ടുവരുന്നത്. वो हमारी भलाई के लिए हमारे जीवन में कुछ काम नहीं करता. അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ കൂടെ തെളിയിക്കുവാൻ കഴിയും ദൈവമക്കളെ. अनेक भक्त लोगों के जीवन से वो മോശയെ ദൈവമക്കളെ അല്ലല്ല ഫറവോൻ എവിടെ കളഞ്ഞു? നൈൽ നദിയിൽ ഇട്ട് കളയുവാനിടയായി തീർന്നു ഫറവോന്റെ ആജ്ഞയാൽ. जो मूसा है उसको नाइल नदी में फेंक दिया. എന്നാൽ അതും ദൈവജനത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം അത് നന്മയാക്കി തീർത്തു. परमेश्वर के लोगों के लिए परमेश्वर ने उसको आशीष में നമ്മൾ बदल സേവിക്കുന്ന दिया. ദൈവത്തെ മനസ്സിലാക്കുക ദൈവമക്കളെ. जिस परमेश्वर की हम आराधना करते നമ്മൾ हैं उसको ആരാധിക്കുന്ന समझिए. ദൈവത്തെ മനസ്സിലാക്കുക. जो जिसकी हम आराधना करते हैं उसको നിനക്ക് समझो. ദോഷം ചെയ്യുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. कोई भी शक्ति आपके विरुद्ध കാരണം काम എന്താ? नहीं നീ कर सकती. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്. क्योंकि आप परमेश्वर के प्रेम से भरे हुए लोग ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. हैं. परमेश्वर के चुने हुए लोग हैं. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയാണ്. परमेश्वर की Praise the इच्छा Lord. से चलने वाले व्यक्ति हैं. ദൈവത്താൽ നടത്തപ്പെടുന്ന നിന്റെ ജീവിതത്തിൽ आपके जो परमेश्वर की इच्छा के अनुसार चलने वाला തിന്മ जीवन, ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. उसमें कोई कष्ट मुसीबत नहीं आई. മോർദെഖായെ കൊന്നുകളയുവാൻ मोर्देकाई को मरने के लिए ഹാമാൻ പദ്ധതി ഒരുക്കി. हामान ने एक निर्णय लिया. ദൈവമക്കളെ, അത് മോർദെഖായുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീർന്നു. वो मोर्देकाई के जीवन में बहुत ही अनुग्रह का ആ कारण ठहरा. തിന്മ അല്ലെങ്കിൽ അവനെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കിയത് കൊണ്ടാണ് हामान ने Yes. उसके मारने के लिए एक प्लान बनाया. इसलिए നമ്മളെപ്പോഴും ദൈവമക്കളെ പോസിറ്റീവായി ചിന്തിക്കുക. പോസിറ്റീവ്, നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. हमें हमेशा हर चीज पॉजिटिव सोचना നിന്റെ चाहिए. ജീവിതത്തിൽ ഒരു ദോഷം വന്നെങ്കിൽ, अगर आपके जीवन में कोई कष्ट आया, ആരെങ്കിലും നിനക്കൊരു തിന്മ ചെയ്തെങ്കിൽ, अगर किसी ने आपके विरुद्ध कुछ काम किया है നീ तो, ദൈവത്തിന്റെ ഒരു പൈതലാകുന്നുവോ? अगर आप परमेश्वर के നീ बच्चे ഒരു हैं तो, വിശ്വാസിയാകുന്നുവോ? अगर आप നീ विश्वासी ഒരു हैं तो, വിശുദ്ധനാകുന്നുവോ? अगर आप विशुद्ध लोग, നീ ഈ തിന്മ എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. वो गलत काम आपके जीवन में आशीष का कारण बन जाएगा. മോർദെഖായി ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായത് ഹാമാൻ അവന്റെ ജീവിതത്തിൽ തിന്മ വരുത്തിയത് കൊണ്ടാണ്. मोर्देकाई को इतना बड़ा अनुग्रह इसलिए मिला क्योंकि हामान ने ऐसी एक पद्धति तैयार की. ദൈവമക്കൾ, അങ്ങ് അനേക വ്യക്തികളെ എടുത്തു തെളിയിക്കുവാൻ വചനത്തിലുണ്ട്. अनेक लोगों के बारे में बताने के लिए इस നിന്റെ वचन में है. തിന്മയെ നന്മയാക്കുന്ന ദൈവം, आपके दुख कष्ट को आशीष में നിന്റെ बदलने वाला വിലാപങ്ങളെ, നിന്റെ സങ്കടങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന ദൈവം. आपका रोना और आपका संकट परमेश्वर नृत्य में बदल देता है. ഒന്നിനാലും നിരാശപ്പെട്ട് ഭാരപ്പെട്ടു പോകരുതേ. आप किसी भी बात से दुखित मत യേശു होना. ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, ആശ്രയിക്കുക. परमेश्वर पे आप अपने भोजों को അത് रखें. ദൈവത്തിന്റെ വിടുതലിന്റെ കരം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. परमेश्वर का आशीषित हाथ हमारे ऊपर വീണ്ടും आएगा. നമ്മൾ താഴോട്ട് കടന്നു വരുമ്പോൾ जब हम आगे के वचन की ओर बढ़ते हैं, 31-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, 31 वचन में लिखा ഇത് है, സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? इसमें लिखा है, अतः हम इन बातों के विषय में क्या कहें? यदि परमेश्वर हमारी ओर है तो हमारे विरुद्ध कौन हो सकता है? ദൈവം അനുകൂലമെങ്കിൽ, अगर परमेश्वर हमारे पास എല്ലാവരും ശ്രദ്ധിക്കുക, ദൈവം അനുകൂലമെങ്കിൽ. अगर परमेश्वर हमारी ओर है तो ദൈവത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ? क्या आप विश्वास करते നിനക്ക് हैं? വിശ്വാസമുണ്ടോ? आप लोग विश्वास ദൈവം करते എനിക്ക് हैं അനുകൂലമാണ്. कि परमेश्वर मेरी ओर ദൈവം है? എനിക്ക് അനുകൂലമാണ്. परमेश्वर मेरी ओर ദൈവമക്കൾ है. പറ, ദൈവം എനിക്ക് അനുകൂലമാണ്. आप लोग बोले परमेश्वर मेरी എനിക്ക് ओर है. പ്രതികൂലം ചെയ്യുന്നവൻ ആരാണ്? मेरे विरुद्ध कौन आ सकता है? ദൈവം അനുകൂലമാ.
परमेश्वर हमारी ओर ദൈവ है। പൈതൽ നീ ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ദൈവം എനിക്ക് അനുകൂലമാണ്. परमेश्वर के बच्चों को ये जानना है कि परमेश्वर मेरी ओर है। ദൈവങ്ങളെ പൗലോസ് പറയുന്നു ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? 39-ാമത്തെ വാക്യം. 31 वचन में ऐसा लिखा है कि हम इस विषय में क्या कहें, ഏത് സംബന്ധിച്ച്? किस बात के विषय में മുമ്പിൽ लिखा നമ്മൾ है? വിവരിച്ചു വന്ന വിഷയങ്ങളെ സംബന്ധിച്ചും जो इसके पहले बोले हुए वचन के विषय के आधार पर, 29-30 വാക്യങ്ങൾക്കാണ് നമ്മളെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും जो 29 और 30 पद में हमें चुने हुए बुलाए हुए व्यक्ति के നമ്മെ തെരഞ്ഞെടുത്തത് ദൈവമാണ്. हमें चुना Praise the हुआ Lord. परमेश्वर है। നമുക്ക് അനുകൂലം നമ്മുടെ ദൈവമാണ്. हमारा परमेश्वर हमारी ओर है। ദൈവമക്കളെ ആർക്കും നമുക്ക് പ്രതികൂലമായി നിൽക്കുവാൻ കഴിയത്തില്ല. कोई हमारे विरुद्ध नहीं खड़ा हो सकता। ദൈവമക്കളെ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് തെരഞ്ഞെടുത്തു. परमेश्वर ने हमसे प्रेम किया इसलिए उसने हमें ദൈവിക बुलाया। തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് जो परमेश्वर के चुना हुआ व्यक्ति, റോമർ 9-16 വാക്യം ഒരു നോക്കിക്കേ. മലയാളത്തിലെ ഹിന്ദിയിലും ഒന്ന് നോക്കിക്കേ. മോനെ ഒന്ന് വായിച്ചാട്ട്. റോമർ 9-16 വാക്യം ഒന്ന് വായിച്ചാട്ട്. റോമർ 9-16 വായിച്ചു. रोमियो 9:16। ആ ആ ആ മോളെ ഹിന്ദി കൂടെ ഒന്ന് വായിച്ചാട്ട്. अतः ये ना तो चाहने वाले की ना दौड़ने वाले की परंतु दया करने वाले परमेश्वर की बात है। ഇത് മനുഷ്യൻ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. वहाँ पे हमारे चुनाए बुलाए जाने वाले के എന്ന് बारे में പറഞ്ഞ് लिखा है। നമ്മുടെ യാതൊരു പ്രയത്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒന്നും നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ അകത്തില്ല. हमारे चाहने से या हमारे दौड़ने से नहीं, ये परमेश्वर ने हमें അത് चुना है। തെളിയിക്കുവാൻ ദൈവം രണ്ട് വ്യക്തിയുടെ കാര്യം 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. परमेश्वर ने दो बातों को यहाँ पे लिखा है, ये साबित करने അതിന്റെ के लिए। 9 തൊട്ടാണ് ആ വാക്യങ്ങൾ തുടങ്ങുന്നതെങ്കിലും उसके 9 पद से ये वचन शुरू होता है। 12-13 വാക്യങ്ങളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആരാണെന്ന്. 12 और 13 पद में उस वचन के बारे में लिखा മൂത്തവൻ है। ഇളയവനെ സേവിക്കുമെന്ന് അരുളി ചെയ്യുന്നു. जेठा छोटे का दास होगा। ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദോഷിച്ചിരിക്കുന്നു. मैंने याकूब से प्रेम किया परंतु एसाव को अप्रिय जाना। അതുകൊണ്ട് 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നെ ചോദിക്കുകയാണ്, 14वें पद में पौलुस पूछता है, ആകയാൽ നാം എന്തു പറയേണ്ടു? इसलिए हम क्या कहें? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? क्या परमेश्वर के यहाँ अन्याय ഒരു है? നാളുമില്ല. कदापि नहीं। എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു. जिस पे मैं करुणा करना चाहता हूँ उस पे मैं दया कर എനിക്ക് रहा हूँ। കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുന്നു. जिस पे मैं कृपा करना चाहूँ उस पे मैं ദൈവമക്കളെ, कृपा യാക്കോബും करूँगा। യേശാവും ജനിക്കുന്നതിന് മുമ്പേ याकूब और एसाव का जन्म होने से ദൈവ पहले തെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ്. परमेश्वर ने उनका चुनाव ഇത് किया തന്നെയാണ് था। നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചത്. यही हमारे जीवन में भी हुआ ദൈവം है। യേശാവിനെ തള്ളിക്കളഞ്ഞു, परमेश्वर ने एसाव को अप्रिय യാക്കോബിനെ कहा, സ്നേഹിച്ചു. याकूब से प्रेम നമ്മളെക്കാൾ किया। ഉന്നതന്മാരും ബലവാന്മാരും അനേകരുള്ളപ്പോൾ हमसे Praise the बड़े Lord. लोग, हमसे बलवंत लोग, अनेक लोग हैं നാം यहाँ पे। ജനിക്കുന്നതിന് മുമ്പേ, पर हमारे जन्म होने से ലോകം पहले, ഉണ്ടാക്കുന്നതിന് മുമ്പേ इस दुनिया की सृष्टि करने से ദൈവമക്കളെ पहले പിതാവാൻ ദൈവം തന്റെ പുത്രൻ മുഖാന്തരം നമ്മെ തെരഞ്ഞെടുത്തു. पिता Praise the Lord. परमेश्वर अपने पुत्र के द्वारा ഈ उसने हमें കാലഘട്ടത്തിൽ चुना है। ദൈവത്തെ സ്തുതിക്കുവാൻ Praise the Lord. इन दिनों में परमेश्वर की स्तुति करने के ദൈവം लिए। നമ്മെ തെരഞ്ഞെടുത്ത ദൈവ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഇന്ന് വൽക്കാലം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. परमेश्वर ने Praise the हमें Lord. चुना, इसलिए उसके प्रेम को याद करते हुए उसका പലരെയും धन्यवाद करें। തള്ളിക്കളഞ്ഞിട്ട് ദൈവമക്കളെ എന്നെ നിങ്ങളെ സ്നേഹിച്ച ദൈവ സ്നേഹം. बहुत Praise the लोगों Lord. को परमेश्वर ने तुच्छ जानकर हमें परमेश्वर ദൈവ ने प्रेम किया സ്നേഹം നമ്മൾ है। മനസ്സിലാക്കണം. परमेश्वर के प्रेम को ഇത് हम जानें। മനസ്സിലാക്കിയേ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ പിന്തിരിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് പൗലോസിനോട് ചേർന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. अगर हम मसीह के प्रेम को समझते हैं तभी कोई और हमें इस प्रेम से ദൈവമക്കളെ, अलग नहीं कर കഴിഞ്ഞ पाएगा। കാലത്തിലെ ലോകസ്ഥാപനത്തിനു മുമ്പ് നമ്മെ തെരഞ്ഞെടുത്ത ദൈവ സ്നേഹത്തെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. इस सृष्टि Praise the को, Lord. ये दुनिया को बनाने से पहले परमेश्वर ने हमें चुना। നമ്മൾ उस प्रेम को आप याद ജനിക്കുന്നതിന് करें। മുമ്പ് ദൈവം നമ്മെ കണ്ടു. हमारे जन्म होने से पहले उसने हमें നമ്മുടെ देखा। പേര് ചൊല്ലി അവൻ വിളിച്ചു. उसने हमें अपना नाम लेकर തന്റെ पुकारा। കയ്യിൽ നമ്മുടെ പേര് എഴുതിയിരിക്കുകയാണ്. उसने हमारे नाम को अपने हाथों पे ദൈവമക്കളെ, लिखा। ഭാരപ്പെടരുത്, कोई दुखित मत हो, ഭാരപ്പെടരുത്. कोई दुख मत നീ करना। ജനിക്കുന്നതിന് മുമ്പേ നിന്നെ കണ്ടെങ്കിൽ अगर आपके जन्म होने से पहले നിന്റെ परमेश्वर ജീവിത ने യാത്രയിൽ देखा है, എന്തെല്ലാം സംഭവിക്കുമെന്ന് ദൈവത്തിനറിയാം. आपके जीवन की यात्रा में क्या क्या होगा परमेश्वर എന്തെല്ലാം जानता है। സംഭവിച്ചാലും അതിന് പരിഹാരം ദൈവം കൽപ്പിച്ചിട്ടുണ്ട്.
हर जो भी कष्ट मुसीबत आपके जीवन में आता है, ദൈവത്തെ परमेश्वर उसको देखा है। സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവരാണ് നമ്മുടെ ദൈവം. जो भी हमारे जो विरुद्ध में है, Praise वो the सब Lord, परमेश्वर praise अनुग्रह the के रूप Lord. में हमें देता है। ദൈവ സ്നേഹത്തെ ഓർത്ത് നമ്മെ ദൈവത്തെ സ്തുതിക്കാം. मसीह के प्रेम को याद करते हुए उसका धन्यवाद പിന്നെ करें। 33-34 വാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. उसकी 33 और 34 में लिखा है, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? परमेश्वर के चुने हुओं पर दोष कौन लगाएगा? ക്രിസ്തേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. परमेश्वर ही है जो उनको विरुद्ध ठहराने അവൻ वाला है। ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കെ നമുക്ക് വേണ്ടി ഭക്ഷ്യപാതം കഴിക്കുകയും ചെയ്യുന്നു. वो परमेश्वर के दाहिनी ओर बैठेगा। അപ്പോൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എവിടെ ആയിരിക്കുന്നുവെന്ന് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. इस वचन में लिखा है, जो मसीह यीशु हमारे लिए मारा गया था, वो अभी कहाँ है? യേശു ക്രിസ്തു മരിച്ചു, यीशु मसीह मृत्यु हुआ, ആ യേശുവിനെ അടക്കി, उसको दफन कर യേശു दिया। ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് यीशु मसीह जीवित ഇന്ന് हुआ। പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു നമുക്ക് വേണ്ടി वो अपने पिता के दाहिनी ओर बैठकर हमारे लिए, ആ 34-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 34 पद को हम पढ़ेंगे। ക്രിസ്തേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ ആ തന്നെ. ആ വായിച്ചോ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കെ അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കും. ഇപ്പോൾ ക്രിസ്തു എന്ത് ചെയ്യുന്നെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. वहाँ पे क्या लिखा है कि वो दाहिनी ओर बैठ के क्या कर रहा അപ്പോൾ है? ക്രിസ്തു ഇന്ന് എവിടാണ്? परमेश्वर अभी कहाँ है? പിതാവിന്റെ വലത്തുഭാഗത്ത്. मसीह यीशु अपने पिता के അവിടെ दाहिनी ओर ഇരുന്നു बैठा കൊണ്ട് है। എന്താണ് ചെയ്യുന്നത്? वो वहाँ पे बैठ के क्या कर അവിടെ रहे हैं? എഴുതിയിരിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം वो ചെയ്തുകൊണ്ടിരിക്കുകയാണ്. हमारे लिए निवेदन कर रहे हैं। യേശുവിന്റെ സ്നേഹമെന്ന് ഓർത്ത് നോക്കിക്കേ. उस मसीह के प्रेम को आप याद करके യേശുവിന്റെ देखिए। സ്നേഹമെന്ന് ഓർത്ത് നോക്കിക്കേ. उस मसीह के प्रेम को जरा याद അപവാദി നിന്റെ करिए। ജീവിതത്തിൽ അപവാദം കൊണ്ട് വരുമ്പോൾ, जब Praise the Lord, परेशानी आपके जीवन में आती है, നമുക്ക് तो വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു പക്ഷപാതം ചെയ്യുകയാണ്. वो पिता के दाहिनी ओर बैठ के हमारे लिए निवेदन करता ഒരു है। ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് वो इतना श्रेष्ठ और महापुरोहित ആ है। ദൈവമക്കളെ എബ്രായർ 7:25 ഒന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് എബ്രായ ലേഖനം 7:25 കൂടെ ഒന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. इब्रानियों 7 का 25 पढ़ेंगे। എബ്രായർ ലേഖനം 7:25 വാക്യം. Praise the Lord. വായിച്ചു. താൻ മുഖാന്തരമായി താൻ ശ്രദ്ധിക്കണമേ, താൻ മുഖാന്തരമായി. ദൈവത്തോട് അടുക്കുന്ന അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി पर പക്ഷപാതം ചെയ്യുവാൻ പക്ഷപാതം ചെയ്യുവാൻ സദാ സദാ ജീവിച്ച് ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ദൈവമക്കളെ, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തിരുസന്നിൽ കടന്നു ചെല്ലുമ്പോൾ जब हम प्रार्थना करने के लिए परमेश्वर के पास പിതാവാൻ आते हैं, ദൈവത്തോട് പറയണം, हम परमेश्वर से बोलना है, പിതാവേ, അങ്ങയുടെ പുത്രനും पिता आपका पुत्र എന്റെ വീണ്ടെടുപ്പുകാരനുമായ जिसने मेरा उद्धार किया है, യേശുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. यीशु के नाम से मैं आपकी उपस्थिति में आता പുത്രനിൽ हूँ। കൂടെ അല്ലാതെ പിതാവിന്റെ അടുത്തെത്തുവാൻ ആർക്കും കഴിയത്തില്ല. पुत्र के द्वारा ही हम पिता के पास पहुंचते നമുക്ക് മറ്റു हैं। യാതൊരു മധ്യസ്ഥന്റെ ദേവീ ദേവന്മാരുടെ അല്ല പുണ്യവാളന്മാരുടെ കന്യാമറിയത്തിന്റെ ആവശ്യം നമുക്കില്ല ദൈവമക്കളെ. हम किसी और देवताओं के पास या उनकी माँ के पास, माँ के द्वारा हम उनके Praise the Lord. നമുക്ക് വേണ്ടി യേശു പിതാവിന്റെ വലത്തുഭാഗത്തുണ്ട്. हमारे लिए यीशु मसीह पिता के दाहिनी നമ്മുടെ ओर बैठा है। പ്രാർത്ഥനകളെല്ലാം പിതാവിന്റെ സന്നിധിയിൽ, നമ്മുടെ വിഷയങ്ങളെല്ലാം യേശു പിതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. यीशु मसीह हमारे सारे विषयों को, हमारे सारे प्रार्थनाओं ഈ को परमेश्वर को വചനത്തിന്റെ बताता है। സത്യങ്ങളൊക്കെ ദൈവമക്കൾ മനസ്സിലാക്കണം. इस वचन में जो भी लिखा है आप लोग समझें। നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് യേശു എന്ന് പറയുന്നത്. हमारा श्रेष्ठ महापुरोहित है यीशु। അതുകൊണ്ട് എബ്രായർ 4-ാം അധ്യായം വായിക്കുമ്പോൾ जब इब्रानियों 4 पद को തക്ക पढ़ते हैं, സമയത്തിന് സഹായത്തിലുള്ള വരം ലഭിക്കുവാൻ നിങ്ങൾ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുക. इसलिए Praise the लिखा है Lord. कि Yes. जो भी विषय के ऊपर आप प्रार्थना करते हैं, अगर उस पर उत्तर मिलना है तो पर आप परमेश्वर की उपस्थिति में ദൈവത്തിലെ आना നിന്റെ है। ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ എന്ത് ചെയ്യണം? जब आपके जीवन में संकट आता है तो आपको क्या करना ദുഃഖം വരുമ്പോൾ चाहिए? എന്ത് ചെയ്യണം? जब दुख आता है तो क्या करना ആര് चाहिए? സഹായിപ്പാനില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യണം? जब आपकी सहायता करने के लिए कोई नहीं होता तो क्या करना നിന്റെ चाहिए? കണ്ണ് യേശുവിനെ നോക്കണം. आपकी आंखें परमेश्वर की ओर നിന്റെ കണ്ണ് उठाएं, യേശുവിനെ നോക്കണം. अपनी आंखें परमेश्वर की ओर എനിക്ക് उठाएं। വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നവനെ,
आपके लिए जो वहाँ पे निवेदन എന്റെ कर रहा है, സങ്കടങ്ങളുമായി मेरे जो संकट है, കഴിയുമെങ്കിൽ 2 തുള്ളി കണ്ണുനീർ അവന്റെ പാദപീഠത്തിൽ നീ ഒഴിക്ക്. अगर हो सके तो रोक कर प्रार्थना करें। യേശു നിന്നോട് കൂടെയുണ്ട്. पर यीशु आपके साथ യേശു है, നിന്നോട് കൂടെയുണ്ട്. यीशु आपके साथ നിന്റെ है, കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, आपके हर कष्ट से നിന്റെ छुड़ाने वाला സങ്കടങ്ങളിൽ है, നിന്ന് आपके വിടുവിക്കുവാൻ, हर संकट से നിന്റെ मुक्त വിഷയത്തിന് करेगा, പരിഹാരം നൽകി തരുവാൻ. आपके हर एक विषय पे उत्तर देगा। നിനക്കാരും തുണയില്ലെങ്കിലോ अगर आपको कोई भी सहारा തുണയോ देने के लिए नहीं യേശുവുണ്ട്. है, सहारा देने के लिए परमेश्वर യേശുവിനെ है, മുറുകെ പിടിക്ക്. उस परमेश्वर को आप യേശുവിന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്ക്. यीशु के विश्वास എനിക്ക് से വേണ്ടി ഒരു पकड़े। ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇന്ന് ജീവിച്ചിരിക്കുകയാണ്. मेरे लिए एक श्रेष्ठ महापुरोहित अभी जीवित വചനം है। പറയുന്നു, ന്യായപ്രമാണത്തിലെ പുരോഹിതന്മാരെല്ലാം മരണം കൊണ്ട് മാറ്റപ്പെട്ടപ്പോൾ जो इस वचन में लिखे हुए सारे जो महापुरोहित हैं वो लोग नष्ट हो गए, നമ്മുടെ മഹാപുരോഹിതൻ ആരാണ്? पर हमारा जो महापुरोहित है वो कौन മരണത്തെ है? ജയിച്ച ജയവീരനായ യേശു. मृत्यु को जीतने वाला एक यीशु मसीह പിതാവിന്റെ जीवित വലത്ത് है। ഭാഗത്ത് നമുക്കുണ്ട് ദൈവമക്കളെ. वो परमेश्वर पिता के दाहिने हाथ में बैठा है। 35-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയാണ്, 35 पद में पौलुस कह रहा है, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ ആർക്ക് പിന്തിരിപ്പിക്കാം? मसीह के प्रेम से हमें कौन अलग कर सकता ആ है? ദൈവമക്കൾ, നമ്മൾ വായിച്ച വാക്യം നമുക്ക് വായിക്കാം. वो पढ़ा हुआ वचन हम നിന്റെ दोबारा നിമിത്തം पढ़ेंगे। ഞങ്ങളെ ഇടവിടാതെ കൊല്ലുകയാണ്, അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുകയാണ്. നമ്മളെ വായിച്ച 8-ന്റെ റോമർ 8-ന്റെ 35-ാമത്തെ വാക്യം. कौन हमको मसीह के प्रेम से अलग करेगा? क्या क्लेश या संकट या उपद्रव या उपद्रव जोर अकाल वाइचो। या नंगाई या जोखिम या तलवार? जैसा लिखा है, तेरे लिए हम दिन भर या। घात किए जाते हैं, वे हम वध होने वाली भेड़ों के समान गिने गए हैं। അവിടെ നിന്നുകൊണ്ട് ദൈവമക്കൾ 1 മണിക്കൂർ സംസാരിക്കുവാനുള്ള ദൈവദൂതുണ്ട്. Praise the इसमें Lord. 1 घंटे बोलने के लिए परमेश्वर का वचन നിന്റെ से നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. ते- ते- ദൈവമക്കളെ, ഞാൻ दिन പറയുന്നത് भर हमें കഴിഞ്ഞ तेरे लिए तेरे नाम से घात കാലത്തിൽ ഇത് करते हैं। സംഭവിച്ചതാണ്. കഴിഞ്ഞ നാളുകളിൽ ഇത് ये സംഭവിച്ചതാണ്. सब बातें पिछले समयों में हुआ ഇന്ന് था, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. अभी भी हो रहा है നാളുകളിൽ സംഭവിക്കാൻ പോവുകയാണ്. और कल भी ये होगा। ക്രിസ്തുവിന്റെ നിമിത്തം परमेश्वर के निमित्त ദൈവമക്കളെ മൃത്യു അണഞ്ഞവർ അല്ലെ കഷ്ടം സഹിച്ച ഭക്തന്മാരുടെ നിര എണ്ണി തീർക്കുവാൻ കഴിയത്തില്ല. जो भक्त लोगों ने जो कष्ट सहा है उसको हम गिनकर भी नहीं खत्म कर കാലാകാലങ്ങളെ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ വലിയൊരു കൂട്ടമുണ്ട്. जो हर एक समय में हर एक युग में जो मसीह के नाम से जिनको मारा गया उसका एक ക്രിസ്തുവിന് बहुत बड़ा വേണ്ടി झुंड കഷ്ടം है, സഹിച്ചവർ, जो परमेश्वर के लिए നിന്ദകളും कष्ट सहा है, വേദനകളും സഹിച്ചവർ. जिन्हें निंदा और कष्ट सहा അതാണ് है। എബ്രായർ 11-ാം അധ്യായത്തിൽ കാണുന്ന വിശ്വാസ വീരന്മാരെന്ന് പറയുന്നത്. वहाँ पे इब्रानियों 11 में उस विश्वासी लोगों के बारे में लिखा है। ദൈവമക്കളെ, എബ്രായർ 11-ന്റെ 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ വാക്യം വായിച്ചുകൊണ്ട് ഇവിടെ നിർത്തുവാൻ 11-ന്റെ 35 തൊട്ട് താഴോട്ടൊന്ന് വായിച്ചാട്ട്. इब्रानियों 11 के 35 से नीचे पढ़ेंगे। എബ്രായർ ആ ആ യാ ആ ആ എബ്രായർ 11-ന്റെ 35 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. इब्रानियों 11 की 35 में ऐसे लिखा അത് है, PCO ബൈബിളിൽ ഒന്നും കൂടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. PCO ബൈബിൾ, जो PCO बाइबल है उसमें एक अलग तरीके से लिखा ചില है। അവിടെ എഴുതിയിരിക്കുന്ന ചിലർ മരണം വരെ വേദന സഹിച്ചു, कुछ लोगों ने मृत्यु तक दर्द को അവർ सहा, കഷ്ടങ്ങൾ സഹിച്ചു. उनने कष्ट को सहा, കാരണം നല്ലൊരു മെച്ചപ്പെട്ട ഒരു പുനരുത്ഥാനം ലഭിക്കുവാൻ വേണ്ടി. क्योंकि उनको एक उत्तम മോനെ അത് ഹിന്ദിയിൽ നന്നായിട്ടാണ് എഴുതിയിരിക്കുന്ന ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹിന്ദി മേ भी पढ़ो. स्त्रियों ने अपने मरे हुओं को फिर जीवित पाया, कितने तो मार खाते खाते मर गए मार खाते खाते मर गया और छुटकारा ना चाहा, ना छुटकारा ना चाहा, इसलिए कि इसलिए कि उत्तम पुनरुत्थान उत्तम मिले पुनरुत्थान का के भागी हो। Praise the Lord. ഇപ്പൊ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഏതാണ്? അച്ഛാ പുനരുത്ഥാനം കോൺസായ ഒന്നാമത്തെ പുനരുത്ഥാനം. पहला पुनरुत्थान सबसे उत्तम है। വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിക്കുന്നു. निर्गमन की पुस्तक വെളിപ്പാട് ലാസ്റ്റ് रिवलेशन के 20-ാം അധ്യായത്തിൽ വായിക്കുന്നു. 20वें अध्याय में पढ़ते हैं, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ്.
जो पहला पुनरुत्थान में साथी है वो आशीषित है। രണ്ടാമത്തെ മരണത്തിന് അവന്റെ മേൽ അവകാശമില്ല. दूसरा मृत्यु को उसके ऊपर अधिकार नहीं है। ഒന്നാമത്തെ പുനരുദ്ധാനം ഏതാണ്? पहला पुनरुत्थान അതാണ് कौन 1 सा है? തെസ്സലോനി 4:16 കാണുന്നത്. वो पहला തെസ്സലോനിക്കർ की पत्री में കാഹളനാദം കേൾക്കുമ്പോൾ जब परमेश्वर की तुरही കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യമേ ഉയർത്തെഴുന്നേൽക്കും. जो परमेश्वर में मरे हुए व्यक्ति हैं वो पहले ഒന്നാമത്തെ പുനരുത്ഥാനം. वो पहला पुनरुत्थान है। ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകത്തിൽ ഇതിനോട് ചേർന്ന ഒരു പുനരുത്ഥാനം നമുക്ക് കാണുവാൻ കഴിയും. प्रकाशित वाक्य में इससे संबंधित एक ഇത് पुनरुत्थान രണ്ടും കൂടെ देखते हैं। ചേർത്താണ് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് वो പറഞ്ഞിരിക്കുന്നത്. दोनों को साथ में मिलाकर पहला അപ്പോൾ എന്തിനു पुनरुत्थान വേണ്ടിയാണ് होता है। വിശുദ്ധന്മാർ കഷ്ടം സഹിച്ചത്? इसलिए परमेश्वर के जो എന്തിനു വേണ്ടിയാണ് അവർ വേദന സഹിച്ചത്? उन्हें क्यों कष्ट और दर्द को എന്തിനു सहा? വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി ജീവൻ അർപ്പിച്ചു. उन्हें क्यों परमेश्वर के लिए जीवित നിന്റെ अर्पण किया? നിമിത്തം ഞങ്ങളെ ആടുകളെ പോലെ കൊല്ലുകയാണ്. जो भेड़ों के समान हमें वध कर ക്രിസ്തു रहे हैं നിമിത്തം, परमेश्वर के लिए, ക്രിസ്തുവിനെ സേവിച്ചതുകൊണ്ട്, क्योंकि आपने मसीह को വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് क्योंकि आपने विशुद्धि से परमेश्वर की വിശുദ്ധന്മാർ आराधना की। മരണം ഏറ്റുവാങ്ങി. उन विशुद्ध लोगों ने परमेश्वर കഷ്ടങ്ങൾ സഹിച്ചു. उन्हें कष्ट सहा। ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഞങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ആർക്ക് കഴിയോ? मसीह के प्रेम से हमें कौन अलग कर सकता है? ദൈവമക്കളെ, നല്ലൊരു പുനരുത്ഥാനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. अगर परमेश्वर के आगमन निकट है നല്ലൊരു പുനരുത്ഥാനം നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. उत्तम पुनरुत्थान हमें നമ്മള് मिलेगा। ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിച്ചോണം. पर जब हम इस जग में रहते हैं तो हमें बिना पाप के रहना है। രണ്ട് കാര്യം ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. दो चीज हमारे जीवन में कभी भी हो सकती എല്ലാ വിശ്വാസിയുടെ ജീവിതത്തിൽ രണ്ട് കാര്യം ഏത് സമയത്തും है। സംഭവിക്കാം. एक विश्वासी जन के जीवन में दो कार्य हो सकते ഒന്നേ हैं। മരണം. पहला मृत्यु। പ്രൈസ് ദി ലോർഡ്. ഏത് സമയത്തും മരണം കടന്നു പിടിക്കാൻ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. किसी भी समय मृत्यु हमारे पास आ सकती है। വിശുദ്ധിയോടെ ജീവിച്ചോണം. आप विशुद्धि से ദൈവകൃപയിൽ ജീവിച്ചോണം. परमेश्वर की कृपा में जी, രണ്ട് ഏത് നേരത്തും കർത്താവ് വരാം. क्योंकि परमेश्वर कभी भी आ सकता है। റെഡിയാണോ? क्या आप तैयार हैं? തയ്യാറാണോ? क्या आप तैयार യേശു हैं? വരാറായി തയ്യാറാണോ? परमेश्वर आने वाला है। क्या आप നമ്മുടെ तैयार കരങ്ങൾ हैं? ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. अपने हाथों को उठाकर ഹല്ലേലൂയ. हालेलुया। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.